പറയുന്നത്. എന്നാൽ അതിനു മുമ്പിലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനമുണ്ട്. എങ്ങനെ അത് മനുഷ്യന്റെ ചെറുതും വലുതുമായ കൂട്ടായ്മകളാണ്. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ചെറുതും വലുതുമായ കൂട്ടായ്മയുടെ ഭാഗമായിട്ട്, എഴുത്തിന്റെ ഭാഗമായിട്ട്, എഴുത്തിൽ ഉയർന്നു വരുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള എഴുത്തിന്റെ ഭാഗമായിട്ടും അതുണ്ട് എന്ന് നമുക്കറിയാം. 1935 എന്ന് പറയുന്നത് നമ്മളൊരു ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അടയാളപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എഴുത്ത് ലോകത്തിന് വേണ്ടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ, ലോകത്തിലെ വലിയ എഴുത്തുകാരൊക്കെ ഒന്നിച്ചിരുന്ന് വിളിച്ചു പറഞ്ഞ, കാര്യത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു സന്ദർഭമാണ്. തുടർന്ന് അതിന്റെ തുടർച്ചകൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ലക്നൗ സമ്മേളനം നടക്കുന്നുണ്ട്. ലക്നൗ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം വിടാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇസ്മത്ത് ജുഗായി എന്ന പേരുള്ള ഒരു ഉറുദു കവിയുണ്ട്. അവര് അതിന്റെ വേദിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സദസ്സിൽ എന്താണ് സമ്മേളനം എന്ന് അറിയാൻ വേണ്ടി അവർ വന്നതാണ്. എന്താണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നറിയാൻ വേണ്ടി അവർ വന്നതാണ്. നെഹ്റുവിൽ ഉണ്ടായിരുന്നു, അല്ലെ? നമുക്കറിയാം, ഇന്ത്യയിലെ വലിയ എഴുത്തുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രേംചന്ദ് ഉണ്ടായിരുന്നു, അവരൊക്കെ സരോജിനി നായിഡു ഉണ്ടായിരുന്നു. കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് നടക്കുന്നത്. കർഷക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു സാഹിത്യ സമ്മേളനം നടക്കുകയാണ്. അതായിരുന്നു ഇന്ത്യയിൽ നടന്ന ഈ 35 പാരീസിൽ ഒരു തുടർച്ച പോലെ 36 നടന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിച്ചേരലായിരുന്നു, ചരിത്രത്തിന്റെ ഭാഗമാണ്. അവർ ഇസ്മത്ത് ജുഗായി വലിയ കവിയാണ്. അക്കാലത്ത് വലിയ പൊള്ളത്തങ്ങൾ ഉണ്ടാക്കിയ കവിയാണ്. ഒരു നോവലൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയില്ല. അവർ എഴുതിയ നോവലൊക്കെ വലിയ കവിയാണ്, നോവലിസ്റ്റുമാണ്. നോവലൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വന്നിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വാക്യം, 2 വാക്യങ്ങൾ പറഞ്ഞു. അത് മാത്രമേ ഞാൻ എന്താണ് നമ്മളുണ്ടാക്കുന്ന ഒരു ആശയ ലോകം എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ്. അവർ പറഞ്ഞത്, വലിയ മത്സ്യം ചെറിയതിനെ വിഴുങ്ങുമ്പോൾ പുരോഗമനം ജീവിക്കുന്നു എന്നാണ്. വലിയ മത്സ്യം ചെറിയതിനെ വിഴുങ്ങുന്ന ഒരു സന്ദർഭം, ജീവിതത്തിലെ സന്ദർഭം. ഇത് മത്സ്യമായിട്ട് മാത്രം നമ്മൾ ആലോചിക്കേണ്ടതില്ല, അല്ലെ? സകല ചരാചരങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, മനുഷ്യരെ കുറിച്ച് ആലോചിക്കാം. വലിയ മത്സ്യം ചെറുതിനെ വിഴുങ്ങുക, കീഴടക്കുക, വിഴുങ്ങുക, ഇല്ലാതാക്കുക, അല്ലെ? അമർത്തിക്കളയുക. അങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ പുരോഗമന സാഹിത്യം ജീവിക്കുന്നു എന്നാണ് ഇസ്മത്ത് ജുഗായി അവിടെ പറഞ്ഞത്. പണ്ടെന്നൊക്കെ പറഞ്ഞ വലിയ വാക്കുകളുണ്ട്. ഞാൻ ഒരു ഈ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയുടെ വാക്യാണ് ഉദ്ധരിക്കുന്നത്. അതിന് കൂടെ അവർ ഒന്നുകൂടി പറഞ്ഞു, നമുക്ക് ഈ 1ാമത്തെ വാക്യത്തിൽ വലിയ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, ചെറിയ രാഷ്ട്രീയം അല്ലാത്തത്, അല്ലെ? വലിയ ഒരു സാമൂഹ്യ പ്രതിബദ്ധത അതിൽ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വാക്യത്തിൽ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ലോകത്ത് ഇന്ന് നടക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, മനുഷ്യ ജീവിതം ഉണ്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന, ലോകത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു മനുഷ്യ ജീവിതം ഉണ്ടല്ലോ. അതിന്റെ പ്രതിസന്ധികളെല്ലാം ഈ വാക്യത്തിലുണ്ട്. വലുത് ചെറുതിനെ വിഴുങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കാണാം. വലുത് ചെറുതിനെ വിഴുങ്ങുക എന്നുള്ളത് സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കാണാം. അതിനുള്ള വലിയ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള രാഷ്ട്രീയ സൗന്ദര്യമുള്ള ഒരു വാക്യമാണ് 1ാമത്തെ വാക്യമായി ഇസ്മത്ത് ജുഗായി പറയുന്നത്. 2ാമത് അവർ പറയുന്നത്, ഏകാകിനിയായ ഭാര്യ വഴിതെറ്റി നടക്കുന്ന ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ പുരോഗമനം ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏകാകിനിയായ ഭാര്യ, വളരെ വ്യക്തിഗത എന്നൊക്കെ നമുക്ക് തോന്നാം, അല്ലെ? അങ്ങനെ തോന്നാൻ പാടില്ല. പുരോഗമന സാഹിത്യത്തിന്റെ പ്രവർത്തകർക്ക് തോന്നാൻ പാടില്ല. ഏകാകിനിയായ ഭാര്യ വഴിതെറ്റി നടക്കുന്ന ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ പുരോഗമനം ജീവിക്കുന്നു എന്നാണ്. അവർ പുരോഗമനത്തിന്റെ ഉണർവുണ്ടാകണം, ജീവിതം ഉണ്ടാകണം, പുരോഗമനത്തിന്റെ ജീവിതം ഉണ്ടാകണം. അത് ഭാര്യയിൽ ഉണ്ടാകണം, അവർക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരിൽ ഉണ്ടാകണം. അപ്പൊ അതും വലിയൊരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു വാക്യമായി അതും മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്നാണ് ഞാൻ പറയുന്നത്. വലിയ മത്സ്യം ചെറിയതിന് വിഴുങ്ങുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ എഴുത്തുണ്ടാകണം, നിങ്ങളുടെ കലയുണ്ടാകണം, നിങ്ങളുടെ സാംസ്കാരിക ഇടപെടലുകൾ ഉണ്ടാകണം, നിങ്ങളുടെ ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ്. എഴുത്ത് മാത്രമല്ല, കഥയെഴുത്ത്. അന്ന് വലിയ മത്സ്യം ചെറിയതിനെ വിഴുങ്ങുന്ന എനിക്ക് ഓർമ്മയുണ്ട്, എൻ പ്രഭാകരന് ആദ്യത്തെ എൻ പ്രഭാകരൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. ഇപ്പോ പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഒരു മാതൃഭൂമി വിഷുപതിപ്പിന്റെ സമ്മാനം കിട്ടിയ ഒരു കഥയാണ്. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു. ഒരു പാറക്കെട്ടിനടിയിൽ, കടലിന്റെ തീരത്തെ ഒരു ഒറ്റയാന്റെ പാപ്പാനാണ് കഥയുടെ പേര്. കടലിന്റെ തീരത്തെ ഒരു പാറക്കെട്ടിന്റെ അടിയിൽ
ഒരു മത്സ്യം ഇങ്ങനെ പടഞ്ഞ് ജീവിക്കുന്നതാണ്. ഒരു ചെറിയ മത്സ്യം ഇങ്ങനെ മറ്റുള്ള വലുതിനെ പേടിച്ചിട്ട് ഒരു ചെറിയ മത്സ്യം ഇങ്ങനെ പടഞ്ഞ് ജീവിക്കുന്നതാണ് ഇവരുടെ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ. മാതൃഭൂമി വിശ്വപതിപ്പിൽ അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, MA ബ്രഹ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, മലയാളം പഠിക്കുന്ന കാലത്ത് വന്ന കഥയാണത്. വലിയ മനുഷ്യൻ ചെറിയതിനെ വിഴുങ്ങുക, വലിയ ലോകം ചെറിയ ലോകത്തെ വിഴുങ്ങുക, വലിയ മനുഷ്യൻ ചെറിയ മനുഷ്യനെ വിഴുങ്ങുക എന്നുള്ളത്, വലിയ രാജ്യം ചെറിയ രാജ്യത്തെ വിഴുങ്ങുക എന്നുള്ളത്, വലിയ മതാധിപത്യം ചെറിയ മതാധിപത്യത്തെ കീഴടക്കുക എന്നുള്ളത്. ആ ഒരു സ്ഥലത്ത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാവണം, പുരോഗമന സാഹിത്യം ഉണ്ടാവണം, പുരോഗമന എഴുത്തുണ്ടാക്കണം, ഒരു വാക്യം ഉണ്ടാവണം, ഒരു കഥയുണ്ടാവണം, ഒരു കവിത ഉണ്ടാവണം, ഒരു 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 നോവൽ ഉണ്ടാകണം, ഒരു മുദ്രാവാക്യം ഉണ്ടാകണം. മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട അല്ലെ, സർഗാത്മകതയിൽ നിന്ന് തള്ളിക്കളയേണ്ട ഒന്നല്ലാതെ ഒരു എന്താ പറയാ, നിങ്ങൾ സർഗാത്മകതയില്ല, കലയില്ല, അതിന്റെ കലാപരമായ ഔന്നത്യമില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങളാണ് ലോകത്തെ മനുഷ്യർക്ക് ജീവിതം കൊടുത്തിട്ടുള്ളത്. അതൊരു സംശയമുണ്ട്. കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന് പറയുന്നത് ഞാൻ ശ്രീകൃഷ്ണൻ നായരുടെ പേരിലുള്ള ഒരു 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 പിന്നെ സ്മാരക മന്ദിരത്തിന്റെ ഹാളിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കുട്ടിക്കാലത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, കുട്ടിക്കാലത്തിലേക്ക് വളരെ അടുപ്പമുള്ള എന്നോടൊക്കെ വളരെ വാത്സല്യത്തോടുകൂടി പെരുമാറിയ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ കാലത്ത് അദ്ദേഹം കണ്ണൂരായിരുന്നു. അദ്ദേഹം മിക്കവാറും ഉണ്ടാവില്ല. അക്കാലത്ത് എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർഷക സംഘത്തിൻ്റെയൊക്കെ അല്ലെ നേതാവായിരുന്നു അദ്ദേഹം. കൃഷിഭൂമി കൃഷിക്കാരന് എന്ന് കർഷക സംഘം പറയുമ്പോൾ നമുക്കൊരു കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബഹുജന സംഘടന ഉയർത്തിയ മുദ്രാവാക്യമായിട്ട് നമുക്ക് തള്ളിക്കളയാം. പക്ഷെ അതിലപ്പുറമാണ് കൃഷിഭൂമി കൃഷിക്കാരൻ എന്നുള്ള വാക്യം. അന്ന് ഉണ്ടാക്കിയ ഒരാളുണ്ടാവില്ല, അങ്ങനെ ഒരു വാക്യം ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ടാവില്ല. എനിക്കറിയില്ല, തിരുമുമ്പിന്റെ മകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ, ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ. ആ വാക്യം ഉണ്ടാക്കിയ മനുഷ്യൻ ഒരു മുദ്രാവാക്യമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. ആ മുദ്രാവാക്യത്തെ ശുദ്ധകലാവാദികൾക്ക്, ശുദ്ധ സാഹിത്യവാദികൾക്ക് ഇതൊരു മുദ്രാവാക്യം മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. എനിക്കത് മികച്ച കവിതയാണ്. ഞാൻ ആലോചിക്കും, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് അത് മികച്ച കവിതയാണ്. എന്തുകൊണ്ടാണ് അത് മികച്ച കവിതയായി തീരുന്നത്? അത് മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചതുകൊണ്ടാണ്. അത് ഈ സൗന്ദര്യമില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, സൗന്ദര്യമുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. സൗന്ദര്യമില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം സൗന്ദര്യമുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഇത്രത്തോളം സൗന്ദര്യമുള്ളതാക്കി തീർത്തത്, അതിന് കുഴപ്പങ്ങളുണ്ട്, അത് വേറെ പറയേണ്ട കാര്യമാണ്. എങ്കിൽ പോലും നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു നല്ലൊരു ജീവിതം ഉണ്ടല്ലോ, നല്ല ജീവിതം ഉണ്ടാക്കി തീർത്തതിൽ നിങ്ങൾ ഈ സൗന്ദര്യമില്ല, ശുദ്ധകലാവാദികൾ, ശുദ്ധ സാഹിത്യവാദികൾ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിലുണ്ട്. അതൊരു മുദ്രാവാക്യം മാത്രമാണ്, അത് പാർട്ടിക്കാർ വിളിക്കേണ്ട ഒരു സാധനം മാത്രമാണ്, കർഷക സംഘക്കാർ വിളിക്കേണ്ട സാധനം മാത്രമാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ധാരാളമുണ്ട്. പക്ഷെ അതാണ് നമുക്ക് സൗന്ദര്യം നൽകിയത് എന്നാണ്. തൊട്ടപ്പുറത്ത് അതുപോലെ തന്നെ ഒന്നാണ്, ഏകാഗ്നിയായ ഭാര്യ വഴിതെറ്റി നടക്കുന്ന ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ പുരോഗമനം. അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും അല്ലെ. ഏതെല്ലാം രീതിയിൽ ഗാർഹിക മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ ഏതെല്ലാം രീതിയിലുള്ള മഹാസങ്കടങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു ചിത്രം വരും. എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും മാത്രം ഞാൻ പറഞ്ഞു ഒഴിവാകുന്നില്ല, എൻ്റെ വീട്ടിലും ആ ഒരു ചിത്രം ഉണ്ടാവാം, തീർച്ചയായും ചിത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവാം. അങ്ങനെയൊന്ന് അതിനൊരു രാഷ്ട്രീയമുണ്ട്, ആ കാത്തിരിപ്പിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ കാത്തിരിപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സങ്കടങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അവർ ഒറ്റപ്പെടുകയാണ്. അവരുടെ ജീവിതം വേറെ രീതിയിൽ ഉരുകി ചിലപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടായിരിക്കും കാത്തിരിക്കുന്നുണ്ടാവുക. ആ കാലത്ത് ഇത് എഴുതുന്ന കാലത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടായിരിക്കും. ആ മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി തീരുന്നുണ്ടാകും എന്നുള്ളതാണ്. CR പുണ്യയുടെ ഒരു കഥയിൽ എന്താണ്, ലാലി എന്നാണ് തോന്നുന്നത് ആ കഥയിൽ. CR പുണ്യ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമായ ഒരു എഴുത്തുകാരിയാണ്. ലാലി എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയിൽ ഒരു സ്ത്രീ പഠിക്കുന്ന കാലത്ത്, ഒരു പെൺകുട്ടി പഠിക്കുന്ന കാലത്ത് ഒരാളെ അഗാധമായി പ്രണയിക്കുന്നുണ്ട്, കല്യാണം കഴിക്കണം എന്നുള്ള ആലോചിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കഴിയുന്നത്, അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. കാരണം അത് വലിയ കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു മനുഷ്യനാണ്. അവർ പഠിച്ചങ്ങ് ഉയർന്നു പോയി. ഈ സ്ത്രീ തന്റെ പഠിത്തം നിർത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് ചുരുങ്ങിപ്പോയി. അവസാനം കുറെ കാലം കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അവർ കണ്ടുമുട്ടുക.
സിയാപുണ്യ പറയാം, കണ്ടുമുട്ടിയപ്പോൾ ഇയാൾ വളരെ സ്നേഹത്തോടുകൂടി ഇവരോട് പെരുമാറുന്നുണ്ട്. പഴയ കാമുകിയോട് കാമുകി എന്നുള്ള ഭാവത്തിലായിരിക്കുന്നെങ്കിൽ പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തൻ്റെ കൂടെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആ സ്ത്രീയോട് തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞിരുന്ന ആ സ്ത്രീയോട് പെരുമാറുന്നു, നന്നായി പെരുമാറുന്നു. എന്നിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കും. കുറച്ച് അപ്പാലുണ്ടാക്കി, കുറച്ച് അവർക്ക് കഴിയാവുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ തലമുറയിലെ ഏറ്റവും പുതിയ ഒരു പെൺകുട്ടിയാണ് ഈ കഥ എഴുതുന്നത്. നിങ്ങൾ ആലോചിക്കുക, പഴയ ആളുകളല്ല, ഏറ്റവും പുതിയൊരു പെൺകുട്ടിയാണ് ഈ കഥ എഴുതുന്നത്. എനിക്ക് തോന്നുന്നത് 10-26 വയസ്സേ സിയാപുണ്യക്ക് ഉണ്ടാവുകയാണ്. ഈ സാധനയിലായിട്ട് അവിടെ പോയപ്പോൾ അവർക്ക് നല്ല സ്വീകരണമാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരൊക്കെ നല്ല സ്വീകരണമാണ് കൊടുക്കുന്നത്. ഒരു പ്രിയപ്പെട്ട ആളോടെന്ന പോലെയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം അവിടെ ഏൽപ്പിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗേറ്റിലെത്തിയപ്പോൾ ആ സ്ത്രീ, ഞാൻ ലാലി എന്നാണ് അവരുടെ പേര്, ലാലി തൻ്റെ പഴയ കാമുകനോട് പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിക്കാതിരുന്നത് ശരിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അടുത്ത വാക്യം ഞാൻ സിയാപുണ്യ എഴുതിയത് അങ്ങനെ തന്നെ പറയാണ്. അടുത്ത വാക്യം എങ്ങനെയാണ്, നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു അന്തരീക്ഷത്തിൽ അവർ ആ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ജീവിതം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടിവസ്ത്രം കഴുകിയിട്ട് ജീവിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത്. ഇത് വേറെ രീതിയിൽ പറയുകയാണ്, ഏകാകിനിയായ ഭാര്യ വഴി തെറ്റി നടക്കുന്ന ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ പുരോഗമന ജീവിക്കുന്നു എന്നത്. ഇങ്ങനെ ഈ ഒരു സ്ഥലത്താണ് പുരോഗമന എഴുത്തുണ്ടാകേണ്ടത്, പുരോഗമന വാക്യം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെയൊന്ന് അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ഥലത്ത് പുരോഗമന സാഹിത്യവും കലയും ഉണ്ടാകണം എന്നുള്ളതാണ് ദീർഘകാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യം. ജീവിതം കാണണം, അങ്ങനെ എഴുതുന്നെങ്കിൽ ജീവിതം കാണണം. അതുകൊണ്ടാണ് 81 ആഗസ്റ്റ് 14 എറണാകുളത്ത് നമ്മുടെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ രൂപീകരണ സമ്മേളനം നടന്നപ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്ന, അല്ലെ, അന്ന് അവിടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കാലത്തെയും മികച്ച കവി, 84 മാത്രമല്ല, അല്ലെ, 84 മാത്രമല്ല, ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഉള്ള കാലത്ത് മാത്രമല്ല, ഒരുപക്ഷെ നമ്മളെല്ലാം മരിച്ചു മണ്ണടിഞ്ഞാലും നിലനിൽക്കുന്ന കവിതകൾ എഴുതിയ മലയാളത്തിലെ മികച്ച കവിയുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു അവർ. ചിലരൊക്കെ ചോദിക്കും, പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ കവികളുണ്ടോ എന്നുള്ളത് ചോദിക്കും. അങ്ങനെ ചോദിച്ച് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതിന് പ്രസിഡന്റായിരുന്നു ആ കവി. ഞാൻ പറയണ്ടല്ലോ, പേര് പറയണ്ടല്ലോ, മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വളരെ പ്രസിദ്ധമായ വാക്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നത്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിങ്ങനെയാണ്, തുടുവെള്ളാമ്പൽ കൊയ്കയല്ല ജീവിതത്തിന്റെ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷുപ്പാത്രം. ജീവിതത്തിന്റെ ഇങ്ങനെ ഒരു അല്ല കടലുണ്ടല്ലോ, ഇങ്ങനെ എന്താണ് പറയാ, അത് ജീവിതത്തിന്റെ പ്രതിസന്ധിയെ മുഴുവൻ ആവിഷ്കരിക്കുന്ന ഒന്നാണ് കടൽ എന്ന് പറയുന്നത്. എപ്പോഴും തിളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ജീവിതം എന്നുള്ളത്. എപ്പോഴും നോക്കി നിൽക്കുക, കടൽ പോലെ തിളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതം. ഈ ജീവിതത്തിൽ ഈ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കവിതയുടെ മഷിപ്പാത്രം ഈ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് എന്നാണ് പറയുന്നത്. അത് കവിതയ്ക്ക് മാത്രമല്ല, കഥക്കും ബാധകമാണ്, നാടകത്തിനും ബാധകമാണ്, ചിത്രത്തിനും ബാധകമാണ്, ചലച്ചിത്രത്തിനും ബാധകമാണ്. ഉണ്ടാക്കുന്ന സർഗാത്മക രചനകൾക്കെല്ലാം അത് ബാധകമാണ്. ഉണ്ടാക്കുന്ന സർഗാത്മക രചനകളെല്ലാം ജീവിതത്തിന്റെ തിളച്ചു മറയുന്ന കടലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്, യാതൊരു സംശയമില്ല. ഉണ്ടോ? നിങ്ങൾ വായിക്കുന്നവർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വായിക്കുന്നവർക്കെല്ലാം അറിയാം. അങ്ങനെയുണ്ട്. അതാണ് പുരോഗമന കലാ സാഹിത്യം സംഘം പറയുന്നത്. പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനം അന്നേ പറഞ്ഞു ജീവിതമുണ്ട്, അതിനെ വിട്ടിട്ട് നിങ്ങൾക്കൊരു കഥയും കവിതയില്ല, അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് അതിനെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ തത്വങ്ങളെല്ലാം ഉണ്ടാവാം, അല്ലെ? കലയുടെ തത്വങ്ങൾ ഉണ്ടാവാം, സാഹിത്യത്തിന്റെ തത്വങ്ങൾ ഉണ്ടാവാം. അതില് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഇണങ്ങിച്ചേരുന്ന ഭാവനകൾ നിങ്ങൾ കൊണ്ടുവരുന്നു. ഒരു ദിവസം സക്കറിയ പറക്കും സ്ത്രീ എന്ന് പറയുന്ന കഥ എഴുതുമ്പോ ഒരു സ്ത്രീ പറക്കുകയാണ്. എല്ലായ്പ്പോഴും ഒരു സ്ത്രീ ഇങ്ങനെ ആകാശത്ത് രാത്രി കഴിയുമ്പോൾ പറന്നു വരുന്നത് മുകളിലാണ്. തനിക്ക് മുകളിലാണ് സ്ത്രീ. തനിക്ക് മുകളിൽ സ്ത്രീ നിൽക്കാൻ പാടില്ലല്ലോ, അല്ലെ? എനിക്ക് മുകളിൽ സ്ത്രീ നിൽക്കാൻ പാടില്ല. എങ്കിലും കുറെ ദിവസമായിട്ട് എന്റെ മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കഥയുടെ അവസാനമാണ് കണ്ടുപിടിക്കുന്നത്. തന്റെ വീട്ടിലെ ഭാര്യ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ അവളില്ല എന്ന് കണ്ടുപിടിക്കുന്നു. എന്നുവെച്ചാൽ തന്റെ ഭാര്യയും പറന്നു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇത് ഭാവനയാണ്, അല്ല, ഇതൊരു ഭാവനയാണ്. ഈ ഭാവനയെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യവും ഭാവനയും
കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒന്നായി നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, എഴുത്തുകാർ കലാകാരന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ജീവിതത്തെ മറക്കരുത്, മനുഷ്യരെ മറക്കരുത് എന്നാണ് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം, പുരോഗമന കലാസാഹിത്യ സംഘം, പിന്നീട് ഈ പേരിൽ അറിയപ്പെടുന്ന സംഘം, എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത്. എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ പെരുമാറുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ രാഷ്ട്രീയ മുക്തമായ ഒരു ജീവിതം നിങ്ങൾക്കില്ലാത്തതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുത്തിലും അതില്ല. നിങ്ങൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന ഒരു എഴുത്ത് എഴുതുമ്പോഴും അതിലെന്തോ ഒരു ജീർണ രാഷ്ട്രീയം ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഒരുപാട് കഥകളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, കവിതകളും നാടകങ്ങളും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ പറയും ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലപ്പോ, നിങ്ങൾ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യക്തി ദുഃഖമാണ് ആവിഷ്കരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ ഈ ഇസ്മത്ത് ജുഗായിലെ അവസാനത്തെ വാക്യം പറഞ്ഞതുപോലെ വ്യക്തി ദുഃഖം മാത്രമാണ് പറയുന്നത്. ഈ ഇതിൽ CL ജോസിന്റെ ഒരു നാടകത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയം ഇല്ല എന്നായിരിക്കും ചിലപ്പോൾ എല്ലാവരും പറയുക. പക്ഷെ CL ജോസിന്റെ നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യ ജീവിതത്തോടുള്ള ഒരു അനുകമ്പയുണ്ടാവും. അതാണ് അതിന്റെ രാഷ്ട്രീയം. അത് പ്രധാനമാണ്. മനുഷ്യ ജീവിതത്തിനോടുള്ള അനുകമ്പ നിങ്ങൾ നിങ്ങളുടെ എഴുത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ, ആവിഷ്കരിക്കുമ്പോൾ നിങ്ങൾക്കത് സാധാരണ ഒരു ജീവിതമായി മാത്രം തോന്നിയേക്കാം, അല്ലെ? ഒന്ന് തോന്നിയേക്കാം. വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീ, വിങ്ങിപ്പൊട്ടിക്കരയുന്ന ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീ ആവിഷ്കരിക്കുമ്പോൾ അതൊരു സ്ത്രീയുടെ മാത്രം കാര്യമാണ്. അത് ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും കാര്യമാണ്. രാഷ്ട്രീയം അതിലുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റില്ല എന്നാണ് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം എല്ലാ കാലവും പറയുന്നത്. 81 ആഗസ്റ്റ് 14 എറണാകുളം സമ്മേളനത്തിൽ ഒറ്റ വാക്യം ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? നമ്മളെന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ലോകത്തെക്കുറിച്ചുള്ള ഒരു ആദ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇരിക്കുന്നത്. സന്തോഷിക്കാനല്ലല്ലോ നമ്മൾ ഇവിടെ വരുന്നത്. അല്ല, സന്തോഷമൊന്നും പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. സന്തോഷം തീർച്ചയായും നമ്മുടെ ഉള്ളിലുണ്ടാകും. ഈ ആദ്യയെ സ്വീകരിക്കുന്നത് പോലും വേറെ രീതിയിലുള്ള ഒരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആനന്ദ് ഒരു സ്ഥലത്ത് പറയുന്നത്, 2 ആട്ടിൻകുട്ടികൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ആട്ടിൻകുട്ടിയെ അതിങ്ങനെ പച്ചപ്പുല്ല് തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആട്ടിൻകുട്ടിയെ ഒരാൾ, ഒരു വേട്ടക്കാരൻ വന്ന് വെട്ടിക്കൊലപ്പെടുത്തി, ആട്ടിൻകുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി. അനന്ത് പറയുന്ന വേറൊരു വാചകത്തിലാണ് പറയുന്നത്. എന്റേതുപോലെ അസുന്ദരമായ ഒരു വാചകത്തിലല്ല പറയുന്നത്, വളരെ മനോഹരമായ വാചകത്തിലാണ് ആനന്ദ് പറയുന്നത്. ഞാനതിന്റെ ഉള്ളടക്കം മാത്രമാണ് ഇങ്ങോട്ട് പറയുന്നത്. വെട്ടി ഇങ്ങനെ ഇട്ടു, വെട്ടിയിട്ടപ്പോ ചോര പൊടിഞ്ഞു. ഈ ചോര ഈ പുല്ലിലൊക്കെ, പച്ചപ്പുല്ലിലൊക്കെ ചോര പൊടിഞ്ഞു. അതിങ്ങനെ ചത്തു മലച്ച് കിടന്നു. ഇത് രണ്ടുപേരും ഒന്നിച്ച് വന്നതാണ്. 2 ആട്ടിൻകുട്ടികൾ ഒന്നിച്ചാണ് ഇവിടെ വരുന്നത്. മറ്റേ ആട്ടിൻകുട്ടി, ആനന്ദ് എഴുതാണ്, മറ്റേ ആട്ടിൻകുട്ടി ചോര തെറിക്കാതെ പുല്ലുകൾ തേടി മേഞ്ഞുകൊണ്ടിരുന്നു എന്ന് എഴുതുകയാണ്. ഒരു വലതുപക്ഷ ആധിപത്യമുള്ള ഒരു സമൂഹത്തിലെ മനുഷ്യ ജീവിതമാണ് ഈ 2 ആട്ടിൻകുട്ടികളെ വെച്ചിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ 2ാമത്തെ ആട്ടിൻകുട്ടി നമ്മൾ ഈ ചോര തെറിക്കാതെ പുല്ലുകൾ തേടി പോവുകയല്ല, ഞങ്ങള് ചോര തെറിച്ച പുല്ലുകളിലൂടെ സഞ്ചരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? ചോര തെറിച്ച പുല്ലുകളിലൂടെ പച്ച പുല്ലുകളിലൂടെ സഞ്ചരിക്കാനാണ് നാം. മറ്റേ ആട്ടുകുട്ടിയെ തിരിച്ചത് എങ്ങനെയാണ് ആട്ടുകുട്ടി ഭരിച്ചത് എന്നറിയാനാണ് നമ്മളും ആട്ടുകുട്ടികളാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വൈകുന്നേരം ഈ 2:30 അത്യാവശ്യം ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്നല്ല, ഇന്ന് 16 ഞായറാഴ്ചയാണ്, മക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വേറൊരു ഇടപാടുകളെല്ലാം ഉണ്ടാവാം. അതെല്ലാം മറന്നിട്ട് ചോര തെറിച്ച് വീണ പുല്ലിൽ ഒരു ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആദി കൊണ്ടാണ്, ഒരു ഉത്കണ്ഠ കൊണ്ടാണ്, ഒരു ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ ലോകത്തെ കുറിച്ചുള്ള അതിനെ വിട്ടുകൊടുത്തുകൂടാ, അതിനെ കാണേണ്ടതുണ്ട്, അതിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് നമ്മൾ വേറെ ഈ പച്ചപ്പുല്ല് തേടി പോവുകയല്ല ചെയ്യുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 81 ആഗസ്റ്റ് 14 എറണാകുളം സമ്മേളനത്തിന്റെ ആദ്യത്തെ വാക്യം നയരേഖയിൽ ഞാനതാണ് പറഞ്ഞത്. വലിയ ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെറിയ ആശയങ്ങളല്ല, വലിയ പണി നമ്മൾ എടുക്കുന്നത്. ഈ ആശയങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പ്രായോഗിക പണിയും വലിയ പണിയാണ്. അതിങ്ങനെയാണ് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും ജീവിത മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന കലാസാഹിത്യ പ്രവർത്തകരുടെ ഒരു പൊതുവേദിയായിരിക്കും പുരോഗമന കലാസാഹിത്യ സംഘം
എന്ന് പറയുന്നു. നമ്മളിങ്ങനെ വായിച്ചു വിട്ടുപോകുന്നൊരു വാക്യമാണ്. രണ്ട് വാക്കുകൾ പ്രധാനമാണ് അതിൽ. മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുക, ജീവിത മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളത്. മനുഷ്യത്വത്തെ മാനുഷികത ഉയർത്തിപ്പിടിക്കുക. എങ്ങനെയാ അത് ചെയ്യാം? കഥ എഴുതി ചെയ്യാം, കവിത എഴുതി ചെയ്യാം, നാടകം ഉണ്ടാക്കിയിട്ട് ചെയ്യാം, അല്ലെ? പിന്നെ ചിത്രം വരച്ചിട്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്യണം തന്നെയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പറയുന്നത്. നമ്മുടെ സർഗാത്മകതയുടെ ഇടങ്ങളിലെല്ലാം മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കണം. ഇപ്പുറത്തെ ജീവിത മൂല്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയുമാണ്. ഇത് രണ്ടും ചേർന്നാലേ ഒന്നാവുകയാണ്, അല്ലെ? ഈ രണ്ടും ചേരേണ്ടതുണ്ട്. വളരെ പ്രധാനം. ജീവിത മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയുമാണ്. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, വളരെ ചെറിയൊരു കാര്യം, വളരെ സൂക്ഷ്മമായ ഒരു ജീവിതത്തിലെ സൂക്ഷ്മമായ ഒരു ഇടാണ്. ഞാൻ കൽപ്പറ്റയിൽ നിന്ന് പിന്നെ ഇവിടത്തേക്ക് വരികയാണ്, മാനന്തവാടിയിലേക്ക് വരികയാണ്. ഒരു പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ഒരു ചെറിയ കൺവെൻഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതാണ്ട് കോവിഡ് കാലത്താണെന്ന് കോവിഡ് ഒതുങ്ങി വരുന്ന ഒരു കാലത്ത്, ബസ്സിലൊക്കെ ആളുകൾ സഞ്ചരിക്കാനും ഈ സാധനം സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത്. അപ്പോൾ എനിക്ക് 6 മണിയുടെ ബസ് കണ്ണൂരിലേക്ക് കിട്ടണം മാനന്തവാടിയിൽ. ഞാനതിൽ ബസ്സിൽ കയറിയിരിക്കും. അവർ പറഞ്ഞ് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു, സംഘാടകർ പറഞ്ഞ് കിട്ടും, ഈ ബസ്സിൽ പോയാൽ എന്തായാലും കിട്ടുമെന്നോട് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ആശങ്കയുണ്ട്, ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ആ കിട്ടിയില്ലെങ്കിൽ ഞാൻ കിഴിഞ്ഞു പോയാലൊന്നും പ്രയാസമുണ്ട്. കിഴിഞ്ഞൊന്നും പോയില്ല, ആരും അവിടെ ഇല്ല, അവിടെ താമസിക്കും ഞാൻ, വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും അങ്ങനത്തെ ഒരു വീട്ടിലെത്താന്നുള്ളതൊന്നും ഉണ്ടാവുമല്ലോ. നമുക്കെല്ലാം ചെറിയ സ്വാർത്ഥങ്ങൾ എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും നമുക്ക് വല്ലതും ഉണ്ടാവില്ല ഇന്ന് വീട്ടിലെത്താന്നുള്ളത്. മെല്ലെ ബസ് കയറിയിട്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റോപ്പിൽ നിന്ന് ഒരു കുട്ടി കയറിയിരുന്നു. അവന്റെ പേര് ഞാൻ മെല്ലെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടു. പരിചയപ്പെടാനൊരു കാരണമുണ്ട്. ഓൻ്റെ ബാഗ് തുറന്നിട്ട് ഞാൻ വെച്ച് പൈസയല്ലേ സാധാരണ എടുക്കുക, ടിക്കറ്റ് കൊടുക്കുന്ന പൈസയല്ലേ എടുക്കുക. അതിന് പകരം ബാല്യകാല സഖിയാണ് പുറത്തെടുക്കുന്നത്. ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ഇത് ഗംഭീരമായി എനിക്ക് തോന്നി. അങ്ങനെ ഒരു കാഴ്ച, ഗംഭീരമായൊരു കാഴ്ചയാണ്. ഞാൻ പിന്നെ ഓനോട് പേര് ചോദിച്ചു ഞാൻ. അപ്പോൾ അവരുടെ പേര് അബ്ദുൽ വഹാബ് എന്നായിരുന്നു അവരുടെ പേര്, അല്ല അബ്ദുൽ മുനീർ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഞാൻ ചോദിച്ചെന്താ ഇത് കോളേജിൽ പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്. ആരൊക്കെ ഇഷ്ടം? അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ MT ഉണ്ട്, ടി പത്മനാഭനുണ്ട്, അങ്ങനെ കുറേ പേരുകൾ, സക്കറി അടക്കമുള്ള പേരുകളോ പറഞ്ഞു. കുറച്ച് പേരുകളും നമ്മൾ വളരെ ഉഷാറായിട്ട് സംസാരിച്ചു. കുറച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ യാത്രയിലൊന്നും ഇപ്പോൾ സംസാരിക്കുന്ന പതിവില്ല. ഒരു വലതുപക്ഷ ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ട്. വലതുപക്ഷത്തും ഇടതുപക്ഷത്തും ആരാണെന്നൊന്നും നമ്മൾ യാത്രയിൽ ഇപ്പോൾ നോക്കാറില്ല. സാധാരണ ആരും അങ്ങനെ നോക്കാറില്ല. നമ്മൾ നമ്മുടെ ലോകത്ത് മാത്രമാണ് ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, തീവണ്ടിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ സംസാരം മറ്റുള്ള മനുഷ്യർ എന്തെങ്കിലും സംസാരിച്ചാൽ കഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടാണ് നമ്മളിപ്പോൾ, അല്ലെ? സംസാരിച്ചാൽ അയാൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ ഞാൻ ഇടപെടേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാത്ത ഒരു വലതുപക്ഷ ജീവിതമുണ്ട്. നമുക്ക് യാതൊരു സംശയമില്ല കേട്ടോ, അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവൻ വീണ്ടും പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോയി. പുസ്തകത്തിലേക്ക് 2-3 പേജ് വായിച്ചിട്ടുണ്ടാവും. അന്വേഷണ ടിക്കറ്റൊക്കെ എടുക്കുന്നില്ല, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ മടങ്ങിപ്പോയപ്പോൾ തിരിച്ചിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓൻ എന്നോട് പറയാ, പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുന്നത് വലിയ സന്തോഷമാണ്, അല്ലെ? ഏതാണ്ട് ഈ വാക്യാണ് ഞാൻ ഓർമ്മയിൽ പറയുന്നത്. ഏതാണ്ട് ഈ വാക്യം 3 വർഷങ്ങൾക്ക് മുമ്പാണ്. പരിചയമില്ലാത്ത ആളെ പരിചയപ്പെടുന്നത് വലിയ ഒരു കുട്ടി, 18-19 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ കുട്ടി എന്നോട് അങ്ങനെ പരിചയപ്പെടുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതാണ് ജീവിത മൂല്യം എന്ന് പറയുന്നത്. ജീവിത മൂല്യങ്ങൾ ഓനിതൊന്നും അറിഞ്ഞിട്ട് പറയുന്നില്ല, ജീവിത മൂല്യമാണെന്ന് അറിഞ്ഞിട്ട് പറയും. ഓൻ്റെ ഒരു ജീവിതം അങ്ങനെയായി തീരണം എന്ന് അവൻ ആഗ്രഹിക്കും. വളരെ ജീവിതത്തിലെ സൂക്ഷ്മമായ ഒന്നാണത്. അതെല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. മെല്ലെ അത് അപ്രത്യക്ഷമാകുന്നുണ്ട്, യാതൊരു സംശയമില്ല. മെല്ലെ അപ്രത്യക്ഷ. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അവനോട്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എനിക്ക് കണ്ണൂരാണ് പോകേണ്ടത്, മാനന്തവാടി നിനക്ക് കണ്ണൂർ ഈ ബസ്സിന് പോയാൽ ബസ് കിട്ടുമെന്ന്. ഒരു ബസ് ഉണ്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ഇതിന് വീണ്ടും മാനയിലേക്ക് പോയി. ഏതാണ്ട് മാനന്തവാടി എത്തി. ഏതാണ്ട് 6 മണിയാകുമ്പോൾ മാനന്തവാടി എത്തി. ബസ്സൊന്നും അവിടെ ഒറ്റമോട്ടത്തിൽ എവിടെയും കാണുന്നില്ല. ഞാൻ ഇറങ്ങുമ്പോഴേക്കും ഇപ്പം പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്ര വലിയ ലോബിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ലോബിയും പറയാതെയല്ലേ പോയത് എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും പറയാതെ പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൗണ്ടറിൽ പോയിരിക്കുക. കൗണ്ടറിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാണ്, ബസ് ഇപ്പോൾ ഇവിടെ വരും, വന്ന് ആ ബസ്സാണ് പോവുക, ഇവിടെ ഇപ്പോൾ ബസ് വരും എന്ന് പറയാം. എന്നിട്ട് ഞാൻ ബസ് പോകുന്നത് വരെ അവിടെ കാത്തു നിന്ന് എന്നെ കഴിഞ്ഞ മോൻ പോയിക്കോ, ഞാൻ ബസ് വന്നാൽ പോയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ അവനാണ് എൻ്റെ അടുത്ത് തന്നെ നിന്നു. എന്തൊക്കെയോ ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ നിന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുക, ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുക. ജീവിതത്തിന്റെ ഒരു മൂല്യമാണ്, ഇതൊരു തിളക്കാണിത്. ഈ കുട്ടി ഉണ്ടാക്കുന്ന ഒരു തിളക്കം ചെറുതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്.
അതിന്റെ അങ്ങനെയുള്ള ഒന്നിന്റെ പൊതുവേദിയായിരിക്കും പുരോഗമന കലാസാഹിത്യം. എഴുത്തിൽ വേണം, കലയിൽ വേണം, കലയിൽ അതിന്റെ നാനാവിധ കലകൾ, എല്ലാ സർഗാത്മക ഇടപാടുകളിലും ഈ ഒന്ന് വേണം. നമ്മളിപ്പം ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലും ഇത് വേണം എന്നുള്ളത്. വളരെ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ചാവടിക്കാൻ വേണ്ടി കയറുമ്പം എനിക്ക് അപരിചിതനായ ഒരാൾ, എനിക്ക് പോലും പരിചയമൊന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ വാ പിന്നെ അപ്പോൾ ഞാൻ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥലം കാണിച്ചു തന്നു. ചായ കുടിച്ചു. ആ ചായ എൻ്റെ പൈസ കൊടുത്തു. നോക്കുമ്പോൾ ദിനേശ് കൊടക്കാടാണ്. എനിക്ക് പരിചയമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ വായനയിൽ പരിചയമുള്ള ഒരാളാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അല്പം കൊണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിലപ്പുറം അങ്ങനെയൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ കാലത്ത് മനുഷ്യർ തമ്മിലുള്ള പരസ്പരമായ ഒരു ആശ്ലേഷം, ഒരു കൂടിച്ചേരൽ, ജീവിതത്തിലെ ഇടപെടലുകൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് ജീവിത മൂല്യം എന്ന് പറയുന്നത്, മാനുഷികത എന്ന് പറയുന്നത്. അതാണ് പെരുമ്പാവൂർ രേഖ ഒന്നുകൂടി കടന്നിട്ടാണ് പറഞ്ഞത്. പെരുമ്പാവൂർ രേഖ ഒന്നുകൂടി കടന്നിട്ട് പറഞ്ഞു, വർഗീയതയും മതാന്തതയും ഒരു പ്രവണതയും പ്രസ്ഥാനവും എന്നതിലുപരി ഭരണാധികാരി ശക്തിയായി പല സംസ്ഥാനങ്ങളിലും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര കൊല്ലം മുമ്പാണ്? 92, 2026 നമ്മൾ ജീവിക്കുന്നത് അല്ല. മതാന്തതയും വർഗീയതയും ഇന്നിപ്പോ ഒരു പ്രവണതയല്ല, ആണോ? അല്ല, ഇന്നിപ്പോ ഒരു എന്താ പറയാ, പായൽ ഈ പുതിയ ജനറൽ കൗൺസിലിന്റെ സമീപന രേഖയിൽ ഒരു വാക്യമുണ്ട്. അങ്ങനെ പായൽ കൊണ്ട് കുളം മുഴുവനായും മൂടിക്കഴിഞ്ഞു, ഏതാണ്ട് മുഴുവനായി. ഇന്നലെ വന്ദേ മാതരം കൂടി വരുമ്പോൾ ഏതാണ്ട് മുഴുവനായും മൂടിക്കഴിഞ്ഞു. വന്ദേ മാതരത്തിന് നമ്മൾ പൂർണ്ണമായും തള്ളി പറയല്ല. വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗങ്ങളിലെ പ്രകൃതി, ഇന്ത്യൻ പ്രകൃതി, അതിന്റെ ഒരു കവിത, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. രണ്ടാം പകുതി പിന്നീട് അങ്ങോട്ട്, ആദ്യ 12 വരും, പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെ നമ്മൾ സാധാരണ മനുഷ്യരല്ല. ഭരണഘടനാ അസംബ്ലിയാ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞത്. ഭരണഘടനാ അസംബ്ലി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ഇത് തികച്ചും പാടണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ഭരണഘടനാ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയണ്ടല്ലോ, അംബേദ്കർ മുതലുള്ള വലിയ മനുഷ്യർ, രാജേന്ദ്ര പ്രസാദ് പോലുള്ള വലിയ മനുഷ്യരിരിക്കുന്ന ഒരു സ്ഥലത്ത് അവരാണ് പറയും. ഇപ്പൊ നമ്മൾ പറയുമ്പോ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യരാണെന്ന് വിചാരിക്കുക. അവരാണെന്ന് പറഞ്ഞ് ആ കാലത്ത് പറഞ്ഞത്, അയ്യോ ഇത്തിരിയേ പാടുന്നു, ഈ 12 വരിയെ പാടുന്നു, ഇതിലപ്പുറം പറയുമ്പോ കാണാൻ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഈ അപ്പുറത്തെ വാചകങ്ങൾ കാണാൻ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഉള്ളുണ്ടല്ലോ, ഉള്ളു കുഴപ്പമില്ല. അതിന് ഹിംസയിട്ട് അതില് ഒരു പ്രത്യേക മതത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്. നമ്മളതല്ല, നമ്മൾ മതനിരപേക്ഷതയാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പാടരുത്, ഇത് ദേശീയ ഗാനം. പിന്നീട് ഗാന്ധി പോലും പറഞ്ഞു ശരിയാണ്, ഗാന്ധിജി പോലും പറഞ്ഞു ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും നമുക്കിത് ദേശീയ ഗീതമാക്കാം എന്ന് ഗാന്ധി പറഞ്ഞു. ഒരു ഒത്തുതീർപ്പായി നമുക്ക് തോന്നാം, എങ്കിൽ പോലും ദേശീയ ഗീതമാക്കാം എന്ന് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഇത് നിരുപദ്രവം, നിഷ്കളങ്കം എന്ന് നമുക്ക് തോന്നാം. പക്ഷേ നിഷ്കളങ്കല്ല. ഇന്നലെ സുൽഫിയാലേഖനം പറഞ്ഞതുപോലെ ഇത് നിലനിൽക്കുന്ന വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും അന്തരീക്ഷത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ് ഇത് പറയുന്നത്. ബാക്കി ഭാഗം വായിക്കണം എന്ന് പറയുന്നത്. ഒന്നുകൂടി കൂടുതൽ വെറുപ്പുണ്ടാകട്ടെ, അല്ലെ, കൂടുതൽ വിഭജനം ഉണ്ടാകട്ടെ, കൂടുതൽ മനുഷ്യർ അകന്നു പോകട്ടെ, പരസ്പര ആശ്രിതത്വത്തിന്റെ ലോകം ഇല്ലാതായി തീരട്ടെ എന്ന് ഒന്നുകൂടി അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ദേശീയഗാനം പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ, തൽക്കാലം ദേശീയഗാനം പാടിയാൽ മുഴുവൻ, അല്ലെങ്കിൽ ഇതിന്റെ 1ാം ഭാഗം പാടിയാൽ മതി, 12 വരികൾ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറയുന്നില്ല. പകരം തികച്ചും പാടുക എന്ന് പറഞ്ഞു, നടക്കട്ടെ ഒരു കുത്ത്, അല്ലെ, നടക്കട്ടെ ഒരു കുത്ത്, മനുഷ്യർ തമ്മിൽ ഒന്ന് അടിപിടി കൂടട്ടെ എന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണ് അത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് വർഗീയതയും മതാന്തതയും വലിയ രീതിയിൽ നേരത്തെ ഞാൻ സമീപന രേഖ, ജനറൽ കൗൺസിൽ അംഗീകരിച്ച സമീപന രേഖയിലെ വാക്യം പോലെ ഈ പായൽ കൊണ്ട് ഈ കുളം മൂടിക്കഴിഞ്ഞു. അന്ന് പ്രവണത എന്ന് പറഞ്ഞു 92-ൽ. എത്ര ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഞാൻ പറഞ്ഞ ആശയങ്ങളുടെ ഒരു വലിയ ലോകം പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം, പുരോഗമന കലാസാഹിത്യ സംഘം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അതിന് പ്രായോഗികത അത്രത്തോളം മുന്നോട്ട് പോയി. അതിനെതിരായ പ്രതിരോധ പ്രവർത്തനത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനം എത്ര ഏച്ചി എന്നുള്ളത്, ഈ താളിൽ വെള്ളം വീണ പോലെ, അല്ലെ, ഈ പണിയെല്ലാം എടുത്തിട്ടും താളിൽ വെള്ളം വീണ പോലെ എന്ന് പറയില്ല. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം കേട്ടി പറഞ്ഞാണ് ഞാൻ ഓർമ്മിക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷ നാടകങ്ങൾ എഴുതിയ ഒരാളാണ് കേട്ടി.
മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഭൂമിയാണ്, ഇത് ഭൂമിയാണ്, ഇത് മനുഷ്യർക്ക് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലെ, തമ്മിൽ അടിപിടി കൂടുന്ന സ്ഥലമല്ല അല്ലെ, മനുഷ്യരുടെ ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ ഒരു കേട്ടിയുണ്ടല്ലോ. ആ കേട്ടി അവസാന കാലത്ത് എൻ്റെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ കേട്ടി പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. കണ്ണുകൾ നിറകണ്ണുകളെയാണ് കേട്ടി പറഞ്ഞത്. അവശനായിരുന്നു കേട്ടി. AKG ദിനാചരണത്തിന്റെ ഭാഗമായ ഒരു സെമിനാറിൽ പ്രസംഗിക്കാനാണ് കേട്ടി വന്നത്. കേട്ടി പറഞ്ഞത്, ഈ അവശതയിലും കേട്ടി പറഞ്ഞത്, ഞാൻ ഇത്രയേറെ നാടകങ്ങൾ കേരളത്തിലും പുറത്തുമല്ല അവതരിപ്പിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സാക്ഷാത്കാരവും ഇത് ഭൂമിയാണ് അല്ലെ, ഇതൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ മനുഷ്യരൊന്നും ഞാൻ പറയുന്ന ഒരു ലോകത്തിലേക്ക് എത്തിയില്ലല്ലോ എന്ന് കേട്ടി ഉത്കണ്ഠയോടെ പറഞ്ഞത്. ഈ വാക്യല്ല ഏതാണ്ട് ഈ ഉത്കണ്ഠയോടെ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. പിന്നെ നമുക്കും പറയാനുള്ളത്, നമ്മളിതെല്ലാം പറയുന്നത് എല്ലാ ദിവസങ്ങളിലും നമ്മൾ പുരോഗമന കലാസാഹിത്യ സംഘം എത്രമാത്രം പരിപാടികളാണ്. നിങ്ങളിപ്പോൾ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എത്രമാത്രം പരിപാടികൾ നടത്തി നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സ്ഥലത്ത് പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും ഒരു കാവിക്കൊടി പുതുതായിട്ട് ഉണ്ടാവില്ലേ, കാവിക്കൊടി ഉയർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ശാഖ സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനിന്നലെ NBSന്റെ ഒരു പുസ്തകോത്സവ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണൂരിൽ. അതിൻ്റെ ഒരു സംഘാടകനായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ പരിപാടിക്ക്, അവിടെ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ഒരു 20 ആളെ കിട്ടും. ഒരു 20-25 പുസ്തകോത്സവ ഉദ്ഘാടനം അത്രയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രയും ആളെ വന്നിട്ടുള്ളൂ. 20-ൽ താഴെ ആളുകൾ, ഞങ്ങളെല്ലാം കൂടി ഒരു 20 ആളുണ്ടാവും. ഉദ്ഘാടനം ആയതുകൊണ്ട് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് ഞങ്ങൾ അത്രയോ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയിലൂടെ ഉദ്ഘാടനം നടക്കുന്ന വഴിക്കടയിലൂടെ അതിന്റെ അകത്തേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പോകുന്ന അന്വേഷിച്ച് നോക്കിയാലും അതിന്റെ അകത്ത് രാമായണ പഠനമാണ്. രാമായണ പഠനം ആരാ നടത്തുന്നത്? അതും രസമാണ്. നടത്തുന്നത് തപസ്യാണ് നടത്തുന്നത്. ആരാ സംസാരിച്ചത്? അതാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. അവിടെ സംസാരിച്ചത് വളരെ കാലം മുമ്പ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന, പിന്നീട് യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, ഇപ്പൊ പറയുന്നത് പേരോർമ്മ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കടുത്ത വിപ്ലവകാരിയായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘവും മറ്റൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ ഒരാള്, പിന്നീട് യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇടയ്ക്ക് ഗൾഫിലൊക്കെ പോയിരുന്നു. ഞാൻ അയാളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ആ മനുഷ്യൻ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു, അന്ന് നന്നായി പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹമാണ് തപസ്യയുടെ പരിപാടി രാമായണ പഠനം അവതരിപ്പിക്കാൻ ഇന്നലെ കണ്ടു. നല്ല സ്നേഹത്തോടെ രോഗിയൊക്കെ പറഞ്ഞു ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഒരു AP അഹമ്മദാണ്. ഞാൻ ഒരു വ്യക്തിയെ പറയാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും ഒന്നും പറയുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ലോകം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് കാണിക്കാനാണ്. ഈ ലോകം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഞാനത് പറഞ്ഞത്. വർഗീയതയും മതാന്തതയും ഒരു പ്രവണതയും പ്രസ്ഥാനവും എന്നതിലുപരി ഭരണാധികാര ശക്തിയായി പല സംസ്ഥാനങ്ങളിലും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകളും മെല്ലെ അങ്ങോട്ട് പോകുന്നതാണ്. ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ വെച്ചാണ് നമ്മുടെ കഴിഞ്ഞ സമ്മേളനം നടന്നത്. ആ സമ്മേളനം അംഗീകരിച്ച ഒരു രേഖയുണ്ട്. ആ രേഖയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. രേഖയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം ഇതെല്ലാ യൂണിറ്റുകൾക്കും എത്തിച്ചു കൊടുത്തിരുന്നു അല്ലെ, വായിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി വായിച്ചില്ല ഒന്നുകൂടി എടുത്ത്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എടുത്ത് വായിക്കാം. വളരെ 2024 ആഗസ്റ്റ് 27, 28 തീയതികളിൽ അല്ലെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 27, 28 ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം അംഗീകരിച്ച നയരേഖ, ആ നയരേഖയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായത്തിന്റെ പേര്, തലക്കെട്ട് സാംസ്കാരിക കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നാണ്. പ്രത്യക്ഷത്തിന് അപ്പുറം, നമ്മൾ പുറത്ത് കാണുന്നതിന് അപ്പുറം. ഒരു മനുഷ്യനെ കണക്കുകൂട്ടിയാൽ മതി. അയാൾ പുറത്ത് കാണുന്ന ഒരു മനുഷ്യനുണ്ടാവും, അകത്തുള്ള ഒരു മനുഷ്യനുണ്ടാവും. പുറത്ത് കാണുന്ന ഒരു സമൂഹം ഉണ്ടാവും, അകത്തുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഒരു മനസ്സുണ്ടാവും. അത് വിശദീകരിക്കാനാണ് ഈ രേഖ ശ്രമിച്ചിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല, അത് വിശദീകരിക്കാനാണ് ഈ രേഖ ശ്രമിച്ചിട്ടുള്ളത്. അത് ശരിയാണ് എന്ന് ഈ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും. അത് ശരിയാണ്. അങ്ങനെയൊന്ന് ഈ രേഖയിൽ പറയുന്ന ഒരു വലതുപക്ഷ മനസ്സ് മെല്ലെ 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 എന്ന് പറഞ്ഞപ്പോഴാ ഇപ്പം വേഗതയിൽ കേരളത്തിൽ മലയാളിക്കടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഈ രേഖ പറയുന്നുണ്ട്.
വലതുപക്ഷ ആശയങ്ങളുടെ വ്യാപനം പറയും. വലിയ രീതിയിലുള്ള ഒരു വ്യാപനം ഈ രേഖ പറയുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള കേരളീയ സമൂഹം, അങ്ങനെയുള്ള ഒരു വ്യാപനത്തെ കുറിച്ച് കേരളീയ സമൂഹത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിക്കൊണ്ടതിനെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ് ഈ രേഖ പങ്കുവെക്കുന്നത്. രാഷ്ട്രീയവൽക്കരണമുണ്ട്, ജനാധിപത്യ മതേതര വിരുദ്ധതയുണ്ട്. ഞാൻ വിശദീകരിക്കാതിരിക്കാനാണെങ്കിൽ വാക്കുകൾ മാത്രം പറയുന്നത്. ജാതിയുടെ തിരിച്ചുവരവുണ്ട്. അത് സംശയമുണ്ടോ അല്ലെ? എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു വളരെ വളരെ ഗംഭീരമായിട്ട് ആളുകളൊക്കെ എന്താ പറയാ, മിശ്ര വിവാഹങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ജാതിയൊന്നും നോക്കാതെ ചെറുപ്പക്കാരൊക്കെ എൻ്റെ അന്ന് ബീഡിക്കാരൊക്കെ ആയിരുന്നു എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ബീഡിക്കാരൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു അല്ലെ? പക്ഷെ അവരൊക്കെ നടത്തുന്ന ഒരു കല്യാണം ഉണ്ടല്ലോ, അവരൊക്കെ നടത്തുന്ന ഒരു കല്യാണം എന്ത് വിപ്ലവകരമായ കല്യാണമായിരുന്നു അത്. അവരുടെ ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നില്ല, അങ്ങനെ എല്ലാ ആളുകളെയും കല്യാണം കഴിക്കുക എന്നുള്ള ഒന്നും ഉണ്ടായിരുന്നു. ജാതിയുടെ പേരിലുള്ള ഒരു അകൽച്ച ഞങ്ങളൊന്നും ഒരു സ്ഥലത്ത് ഞങ്ങൾ അനുഭവിച്ചില്ല. കേരളം അതിന് മുമ്പിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിക്കൊള്ളും. വലിയ രീതിയിലുള്ള സ്ത്രീവിരുദ്ധത, സാഹോദര്യം, മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം അപ്രത്യക്ഷമാകുന്നു അല്ലെ? ഈ സംസ്കാരം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് ഇത്രകാലം നമ്മളിപ്പോ അത് മാറ്റി പറയാൻ തുടങ്ങിയത്, നമ്മളൊക്കെ മാറ്റി പറയാൻ തുടങ്ങിയത്, നമ്മളെന്നല്ല പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം മാറ്റി പറയാൻ തുടങ്ങി. സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് വേറെ. അത് ഉമേഷ് പീലിക്കോടും രവിയേട്ടനും രവീന്ദ്രൻ കൊടക്കാടും എല്ലാം നടത്തേണ്ട വേറൊരു ഇടപാടാണ് സംസ്കാരം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, ഒരു മരണ വീട്ടിൽ കണ്ടപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, നിങ്ങൾ അടിക്കണം, നിങ്ങളത് അടിക്കണം, നിങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ കയറി അടിക്കണം എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ വന്നു, ഞാൻ വടികൾ പൊട്ടിച്ചാണെന്നില്ലെന്ന് പറഞ്ഞു. ആ വടി നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് ഞാൻ തമാശക്ക് പറഞ്ഞു. എന്നോട് പറയാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞ സംസ്കാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യമായിട്ട്, പുരോഗമന സാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകരുടെ ഒരു കാര്യമായിട്ടാണ് ഒരു പൊതുസമൂഹം കാണുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ അതല്ല, സമഗ്ര ജീവിത രീതിയാണ് സംസ്കാരം. മനുഷ്യർ തമ്മിൽ വലിയ യോജിപ്പുള്ള ഒരു സ്ഥലത്ത് ഒരു കഥയുടെ സ്ഥലം കവിതയുടെ സ്ഥലം മാത്രമല്ല, കഥയും കവിതയല്ലാതെ മനുഷ്യർ തമ്മിൽ വലിയ സ്നേഹോഷ്മളമായ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വർഗീയതയ്ക്ക് കടന്നു വരാൻ കഴിയുമോ? അങ്ങനെയുള്ള സ്ഥലത്ത് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് സമഗ്ര ജീവിത രീതിയാണ് സംസ്കാരം എന്നുള്ളത്. അത് കേരളീയ സമൂഹം മെല്ലെ 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 മറന്നു പോവുകയാണ്. വലിയ രീതിയിലുള്ള അരാഷ്ട്രീയ കുടുംബ ജീവിതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആചാര വ്യവസ്ഥയുടെ ഒരു വാസസ്ഥലമായി, അത് ഞാൻ പറയണ്ടല്ലോ അല്ലെ, എന്തിനും മുമ്പെല്ലാം ഒഴിഞ്ഞ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നുണ്ട് അല്ലെ. നമ്മൾ വിട്ടുകളഞ്ഞ സാധനങ്ങളിലും ആചാര വ്യവസ്ഥയുടെ ഭാഗമായി തിരിച്ചു. നമ്മളൊക്കെ പ്രതികളാണ്, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ അതുണ്ട്, നമ്മളൊക്കെ പ്രതികളാണ്. അതിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇതൊന്ന് അല്ലെ, അതിൽ എഴുതി വെച്ച ഒരു വാക്യം ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്. ആ രേഖയിൽ എഴുതി വെച്ച ഒരു വാക്യം അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്. അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. ലോകത്തോട് അരുൾ അനുകമ്പയില്ല. ലോകത്തോട് അരുൾ അനുകമ്പയില്ലാത്ത ഒരു സ്ഥലമായി കേരളം മെല്ലെ മെല്ലെ വലിയ രീതിയിലുള്ളൊരു എന്താ പറയാ, ഒരു ഇങ്ങോട്ട് നോക്കലാണ് ഈ രേഖ എന്നുള്ളത്. ഒരിക്കൽ കബീർ പറയുന്നുണ്ട്, നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ ഒരു വിമർശകന്റെയും വീട് പണിയുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീട് മാത്രം പണിതാൽ പോരാ, അതിന്റെ തൊട്ടടുത്ത് അതിന്റെ മുമ്പിലായിട്ട് നമ്മളെ വിമർശിക്കുന്ന ഒരാളുടെയും വീട് പണിയണം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളെ വിമർശിക്കുന്ന ഒന്നായിട്ട് രേഖ മാറും. നമ്മളെ തന്നെ വിമർശിക്കുകയാണ്. ലോകത്തോട് പ്രസംഗങ്ങളുണ്ട്, പ്രസംഗങ്ങൾ നടത്തും. ഞാൻ പ്രസംഗം നടത്തും, ഞാൻ കയറി ബസ്സിൽ കയറി അങ്ങ് തിരിച്ചു പോകും, വീട്ടിലേക്ക് വണ്ടി കയറി തിരിച്ചു പോകും. ലോകത്തോട് ഒരു സ്നേഹം എനിക്കില്ല. പ്രസംഗത്തിൽ മാത്രമാണ് സ്നേഹം. അല്ലെ, കഥ ഞാൻ എഴുതും, കഥയിൽ ഇതെല്ലാം വലിയ മാനവികതയെല്ലാം ഉണ്ടാവും, വലിയ മനുഷ്യപറ്റലും ഉണ്ടാവും എൻ്റെ കഥയിൽ, എൻ്റെ കവിതയിലും അതൊക്കെ ഉണ്ടാവും. പക്ഷെ ലോകത്തോട് വേറൊരാൾ അംഗീകരിക്കാൻ പറ്റില്ല. വേറൊരാൾ അയാൾ എന്നെക്കാളും നല്ല കഥ എഴുതുമോ? അത് ശരിയല്ല. എന്നാൽ അത് ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ലോകത്തോട് അരുൾ അനുകമ്പയില്ലാത്ത ഒരു സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രേഖ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ സാധാരണ ഇതൊരു അടയാളമായി പ്രതിഫലനമായി പറയാവുന്ന ലോകത്തിലെ വലിയൊരു കഥയുണ്ട്. അത് അമോസ് ടൊട്ടോള എന്ന പേരുള്ള ലോകത്തിലെ ഒരു വലിയ ആഫ്രിക്കൻ എഴുത്തുകാരൻ, അത് മലയാളത്തിലുണ്ട്. അയാൾ കള്ളുകുടി എന്ന് പറയുന്ന ഒരു പുസ്തകം മലയാളത്തിലുണ്ട്, DC പുസ്തകത്തിൽ. അത് കേരളമാണ്, അതിപ്പോ കേരളമാണ് കേട്ടോ. ആ കഥയിൽ പറയുന്ന ഒരു സ്ഥലം കേരളമാണ്. ഒരു ചന്ത,
ഒരു ചന്ത എന്ന് പറയുമ്പോൾ കേരളം വലിയൊരു ചന്തയാണ്, ഇപ്പൊ വലിയ ചന്തയാണ്. ഇപ്പൊ ഞാൻ ബസ്സിൽ വരുമ്പോൾ കണ്ട ഒരാള് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളും വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ എന്റെ നാട്ടിലുള്ള 2 ആശുപത്രിയും മിംസും ഇപ്പുറത്ത് ബേബിയും, അത് 2 വലിയ കമ്പനികൾ ഏതാണ്ട് വാങ്ങിക്കഴിഞ്ഞു. ഒന്ന് വാങ്ങിക്കഴിഞ്ഞു, പൂർണ്ണമായും വാങ്ങിക്കഴിഞ്ഞു. എല്ലാ ആശുപത്രികളും വലിയൊരു ചന്തയുടെ ഒരു സ്ഥലമായി കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചന്ത, ആഫ്രിക്കയിലെ ഒരു ചന്ത. ആ ചന്തയിൽ സാധനം വിൽക്കാൻ വരുന്ന ആളുകൾ, അതിലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അതിലുള്ള ഒരു പെൺകുട്ടിക്ക് അയാളുടെ അഗാധമായ ഒരു ചെറിയ സമയം കൊണ്ട് അഗാധമായ പ്രണയം തോന്നി. സൗന്ദര്യം കണ്ടിട്ടാണ് അല്ലെ, അയാളുടെ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം കണ്ടിട്ടാണ്, ഒരു പുറത്തെ അല്ലെ അപ്പുറത്തുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യക്ഷത്തിനപ്പുറമല്ല, പ്രത്യക്ഷത്തിലുള്ള ഒരു സൗന്ദര്യം കണ്ടപ്പോൾ അയാൾക്ക് ഈ പെൺകുട്ടിക്ക് അയാളോട് പ്രണയം തോന്നി. വൈകുന്നേരം സാധനങ്ങൾ ചുറ്റും മടങ്ങാൻ പോകുമ്പോൾ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ അഗാധമായി പ്രണയിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഒറ്റ ദിവസത്തെ പരിചയം, അന്നേരമുള്ള പരിചയം മാത്രം, ആ പ്രകടിതമായ ഒരു സൗന്ദര്യത്തിന്റെ കൂടെ ഇവിടെ പുറപ്പെടാൻ തീരും. ആദ്യം അയാൾ സമ്മതിക്കൂല, എന്നാ വന്നു. അയാൾ തിരിച്ചു പോകുമ്പോൾ, ഞാൻ തിരിച്ചു പറയാം, തിരിച്ചു പോകുമ്പോൾ അയാളുടെ ഒരു കൈ നടന്ന ഒരു കാട്ടുപാതയിലൂടെയാണ് നടന്നു പോകുന്നത്, ഒരു വനപാത. അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗുമ്മിട്ടി കാണുമ്പോൾ ആ ഗുമ്മിട്ടിന് എത്ര കാലം മുമ്പാണ് ഞാനിത് വായിച്ചതെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഗുമ്മിട്ടി കാണും. ആ ഗുമ്മിട്ടിയിൽ ഇയാളുടെ ഒരു കൈ, ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ അയാളുടെ കൈ അവിടെ ഊരി വെക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വേറൊരു കുട്ടി കാണുമ്പോൾ അയാളുടെ വേറൊരു കൈ അവിടെ ഊരി വെക്കുന്നു. വേറെ സ്ഥലത്തെത്തുമ്പോൾ അയാളുടെ മുക്ക് അവിടെ ഊരി വെക്കുന്നു. വേറെ സ്ഥലത്തെത്തുമ്പോൾ അയാളുടെ ചെവി ഊരി വെക്കുന്നു. ഇങ്ങനെ ഊരി വെച്ച് ഓരോ ഗുമ്മിട്ടികളിൽ ഇതെല്ലാം ഇവിടുന്ന് വിലക്കെടുത്തിയാൽ ഇതെല്ലാം വിലക്കെടുത്ത് വന്നിട്ടാണ് സുന്ദരനായ ചെറുപ്പക്കാരനായി നിന്നിട്ട് ഈ കച്ചവടം അയാൾ നടത്തിയത്, ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവസാനം ഈ കാട്ടിന്റെ ഒരു നടുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് ഒരുപാട് ഗോളങ്ങളുടെ ജീവനുള്ള ഗോളങ്ങളുടെ ഒരു നൃത്തമാണ് ഈ പെൺകുട്ടി അവിടെ കാണുന്നത്. ആദ്യം കണ്ട മനുഷ്യനല്ല, അവസാനം കണ്ട പ്രത്യക്ഷത്തിനപ്പുറം ഈ ഒരു വൈരൂപ്യമുണ്ട്. എന്താ വൈരൂപ്യം? വലിയ രീതിയിലുള്ള വലതുപക്ഷ ആശയങ്ങളുടെ അല്ലെങ്കിൽ വലതുപക്ഷ മനസ്സ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് പ്രധാനമാണ്. ഇത് ആ രേഖയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കണ്ണൂർ നയരേഖയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 19 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന നമ്മുടെ ജനറൽ കൗൺസിലിന്റെ രേഖയും സമീപന രേഖയും ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തും ഒരു തിരുത്തൽ ശക്തിയായാണ് പ്രവർത്തിച്ചത്. യാതൊരു സംശയമില്ലല്ലോ. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം മനുഷ്യരുടെ ഇടയിൽ സർഗാത്മകത കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കും. നമ്മുടെ നാടകങ്ങള്, നമ്മുടെ കഥകള്, നമ്മുടെ കവിതകള് ഇതെല്ലാം ഉപയോഗിച്ച് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കും. ഈ രേഖയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ വലതുപക്ഷ വ്യതിയാനം ഞാൻ നേരത്തെ കണ്ണൂരിൽ പറഞ്ഞതിനപ്പുറമുള്ള അതിവേഗതയിലുള്ള ഒന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറഞ്ഞത്, മാധ്യമ സൃഷ്ടം കൂടി വലിയ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ, മാധ്യമങ്ങൾക്കടുത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചെറുതല്ല. നമ്മളൊരു 10-15 കൊല്ലം മുമ്പിലുള്ള ഒരു മാധ്യമ ലോകമല്ല എന്നുള്ളത് അല്ലെ. നമ്മുടെ മുമ്പ് തന്നെ ഒന്ന് തൊട്ടടുത്ത് രാവിലെ പത്രം വായിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വലതുപക്ഷ ആശയങ്ങൾ വന്ന് കയറുകയുള്ളൂ മുമ്പ്. ഇന്നതല്ല, ഓരോ നിമിഷത്തിലും യാത്രയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വലതുപക്ഷ ആശയങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ നുണകളും വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘനേരം വിശദീകരിക്കുന്നില്ല. എല്ലാ നുണകളും വരുന്നുണ്ട്, എല്ലാ ജീർണതകളും നേരത്തെ പറഞ്ഞ മൂല്യം എന്ന് പറഞ്ഞ ജീവിത മൂല്യം, അതിന് വിരുദ്ധമായ എല്ലാ ജീർണതകളും കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഈ സമീപന രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമീപന രേഖയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ബഹുസ്വരത, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബഹുസ്വരത മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പൊതുവായ സ്ഥിതി അതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം അത്തരത്തിലുള്ള ഒരു ബഹുസ്വരത നഷ്ടപ്പെടുത്താനുള്ള ഒന്ന്, മതത്തിന്റെ ആധിപത്യം, ജാതിയുടെ ആധിപത്യം, ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ബഹുസ്വരത നഷ്ടപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഈ സമീപന രേഖ പറയുന്നു. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംവാദ വിമുഖത. ഞാൻ അതിന്റെ വാക്യം തന്നെയാണ് പറയുന്നത്, അതിലുള്ള അതേ വാക്യമാണ് പറയുന്നത്. സംവാദ
വിമുഖത എന്നുള്ളത്. എന്താ സംവാദം വേണ്ട, അങ്ങനെയായിട്ടുണ്ട് അല്ലെ? സംവാദം വേണ്ട. ഒരു കാര്യം ഒരാൾ പറഞ്ഞ് കേൾക്കാൻ വേറൊരാൾ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, നമ്മൾ പറയുന്നതിനോട് യോജിപ്പില്ലായിരിക്കാം, നമുക്ക് യോജിപ്പില്ലായിരിക്കാം. എങ്കിലും അയാളെ കേൾക്കുക എന്നുള്ളത് ഈ കാലത്ത് വളരെ വളരെ പ്രധാനമാണ്. അയാളെ കേൾക്കുക എന്നുള്ളത്, നമ്മൾ പറയുക എന്നുള്ളത് പ്രധാനമാണ്. അത് പരസ്പരം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതാണ് ശരി എന്നുള്ളത് പിന്നീട് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേരളം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ എന്താ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത്? എന്താ, എന്തെങ്കിലും ഒരു ശരിയായ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയാണ് ആ ശരിയായ കാര്യത്തെ നേരിടുന്നത്? ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ്? ചിലപ്പോൾ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചായിരിക്കും നേരിടുക. നമ്മൾ വളരെ പ്രധാനം, നമ്മൾ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ തന്നെ സംവാദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എങ്കിൽ പോലും നിങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതിലപ്പുറം നിങ്ങൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വലിയ ആശയങ്ങളിലൊന്നാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പ്രധാനം. ഇങ്ങനെയൊന്നും പുരോഗമന കലാസാഹിത്യ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴൊക്കെ നമ്മളെന്നെ തുടങ്ങും. അങ്ങനെയൊന്നുണ്ടല്ലേ? ഒരു കവി അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ഒരു ഭയാനകമായൊരു പിന്മടക്കമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നും പുരോഗമന വീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു ഭയാനകമായ ഒരു പിന്നടക്കമുണ്ട്. ഈ ഭയാനകമായ പിന്നടക്കം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവനവനുണ്ടാകുന്നത് കൊണ്ടാണ്. അവനവൻ എന്ന് പറയുന്ന ഒന്ന്, ഞാനാണ് പ്രധാനം എന്നുള്ളത്, നീയല്ല, ഞാനാണ് പ്രധാനം എന്നുള്ളത്. അതുകൊണ്ട് എന്റെ കഥയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് പ്രധാനം, മറ്റേത് ശരിയല്ല, അതിന്റെ താഴെയാണ് എന്ന് വിചാരിക്കുന്നു. എന്റെ കവിതയിലായാലും, എന്റെ ചലച്ചിത്രത്തിലായാലും, എന്റെ നാടകത്തിലായാലും, എന്റെ കഥാപ്രസംഗത്തിലായാലും, എന്റെ സർഗാത്മക രചനകളിലെല്ലാം ഞാൻ മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. നമ്മൾ ആ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പുരോഗമന കലാസാഹിത്യം ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ലോകത്താണല്ലോ, കഥയുടെയും കവിതയുടെയും ലോകത്താണല്ലോ. ഈ ഒരു ജീവിതത്തിന്റെ ഒരു ലോകത്ത് കൂടി പണിയെടുക്കണം, നമ്മൾ കുറെ കൂടി പണിയെടുക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കും. ഇവിടെയും ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവിടെയും ഇത് ഞാൻ നേരത്തെ ഇവിടെ ആരോ വന്നപ്പോൾ പറഞ്ഞു, ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീർണതകളും തിന്മകളും എല്ലാം നമ്മുടെ, ഞാൻ ഇങ്ങനെ സ്വയം കീറി മുറിച്ച് പറയുന്നതാണ്, അങ്ങനെ നമ്മളെല്ലാം അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിൽ പറയും. ജീവിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. അങ്ങനെയൊന്നുണ്ട്. ഒരു വലതുപക്ഷ ലോകമുണ്ട്. ആ വലതുപക്ഷ ലോകത്താണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്, വലതുപക്ഷ ലോകത്താണ് നമ്മൾ ഈ കഥ എഴുതുന്നതും കവിത എഴുതുന്നതും. അതുകൊണ്ടൊരു വലതുപക്ഷ മനസ്സിന്റെ ചെറിയ അനുരണനങ്ങൾ തീർച്ചയായും നമ്മളിലുണ്ടാവും. അതുകൊണ്ട് ഒരു അവനവൻ നമ്മളിലുണ്ടാവും, ഞാൻ നമ്മളിലുണ്ടാവും. നീ ഇല്ല, നീ രണ്ടാമത്തെ വാക്കല്ല, നീ മൂന്നാമത്തെ വാക്കല്ല, നീ നാലാമത്തെ വാക്കല്ല, നീ അഞ്ചാമത്തെ വാക്കല്ല, നീ എത്രയോ കാതങ്ങൾക്ക് അകലെയുള്ള വാക്കാണ് നീ എന്നുള്ളത്. ഞാനാണ് ഒന്നാമത്തെ വാക്കും രണ്ടാമത്തെ വാക്കും മൂന്നാമത്തെ വാക്കും നാലാമത്തെ വാക്കും ഞാനാണ് എന്നുള്ള ഒരു വലതുപക്ഷ മനസ്സിന്റെ ഒരു വലിയ ആധിപത്യം കേരളത്തിന്റെ പിന്മടക്കത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നേരിടുക, ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ ചെറിയ കാര്യമല്ല അത് ചെറിയ പണിയെടുത്താലൊന്നും കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയ സൂക്ഷ്മതലങ്ങളിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്. ജീവിതത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, വലിയ സൂക്ഷ്മതലങ്ങളിലൂടെ ഇടപെടൽ. ജീവിതത്തിലെല്ലാം വലിയ, അത് വീട്ടിൽ വേണം, നമ്മുടെ ജോലി സ്ഥലത്ത് വേണം, നമ്മൾ പുറത്തു പോകുന്ന സ്ഥലത്ത്. ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ട് പറയുന്ന ഒന്നല്ല ഇത് കേട്ടോ. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം ഈ രണ്ട് രേഖയിലും, കണ്ണൂർ രേഖയിലും തൃശ്ശൂർ സമീപന രേഖയിലും ഇത് വേറെ രീതിയിൽ പറയുന്നുണ്ട്. എന്നെ മാറ്റി നിർത്തി പറയും, നമ്മളെല്ലാം ചെന്നുപെട്ടിരിക്കുന്ന ഒരു പിന്മടക്കത്തിന്റെ ഒരു ലോകത്തെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. തിരിച്ചറിഞ്ഞാലേ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വയം പരിഹരിക്കുന്നതിനോടൊപ്പം, നമ്മൾ സ്വയം നവീകരിക്കുന്നതിനോടൊപ്പം ലോകത്തെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് പുരോഗമന കലാസാഹിത്യ പറയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് എന്നത് ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു അനുഭവത്തെ കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അത് സൗരവ് ഗാംഗുലിയുടെ ഒരു ആത്മകഥ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവമാണ്.
സൗരഭ് ഗാംഗുലി എന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറയുന്നത് ഞാൻ ക്രിക്കറ്റ് നന്നായിട്ട് അറിയുന്ന ഒരാളല്ല. പക്ഷെ അയാളുടെ ഈ ആത്മകഥയുടെ ഒരു ഭാഗം മാതൃഭൂമിയിൽ ആരാന്ന് പതിപ്പിച്ച് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹം പാകിസ്ഥാനിൽ 1955 കളിക്കാൻ പോയപ്പോ അത് പറഞ്ഞ് ഞാൻ നിർത്താം. കളിക്കാൻ പോയപ്പോ അവിടെ വസീം അക്രമുണ്ട്. വസീം അക്രത്തിനെ കാണാൻ പോകണമെന്ന് തീരുമാനിച്ചിട്ട് കാണാൻ പോകുന്നുണ്ട്. അത് വലിയ അനുഭവമായിട്ടാണ് സൗരഭ് ഗാംഗുലി പറയുന്നത്. അതിനുശേഷം കളി കഴിഞ്ഞു, ഇന്ത്യയാണ് ജയിച്ചത്. ഇന്ത്യ ജയിച്ചപ്പോൾ ഇയാളിങ്ങനെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു വർഗീയതയുള്ള ഒരു സ്ഥലമായിട്ട് കേരളത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, മാറി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ക്രിക്കറ്റ് എന്ന് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ സംഗതി വേറെയായി മാറും. അങ്ങനെ ഒന്നുണ്ട് നമുക്കറിയാം. സൗരവ് ഗാംഗുലി എഴുതുകയാണ്, ഇന്ത്യ ജയിച്ചപ്പോൾ ഇയാൾ എന്തോ ഒരു ചെറിയ രീതിയിലെ ശാരീരിക പ്രയാസം ഉണ്ടായിരുന്നു നമുക്കത്. അതുകൊണ്ട് ഡോക്ടർമാർ അയാളോട് നിർദ്ദേശിക്കും, നിങ്ങൾ അധികം പുറത്തൊന്നും പോകണ്ട എന്ന് നിർദ്ദേശിക്കും. എങ്കിലും അയാൾക്ക് ഈ ഒരു ആഹ്ലാദത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അകത്ത് ഒതുക്കപ്പെട്ടതുപോലെ തോന്നിയിട്ട് ആൾ വിചാരിക്കും ഒന്ന് പുറത്തു പോകണം എന്ന് വിചാരിക്കാം. ഇയാള് പുറത്തേക്ക് പോകും. അവിടെ പോകുമ്പോ അവിടെയുള്ള മനുഷ്യർ അയാൾക്ക് നൽകുന്ന അയാളെ തിരിച്ചറിയാം. അയാൾ നല്ല ഒരു തലക്കൊരു കെട്ടെല്ലാം കെട്ടി അത്യാവശ്യം കണ്ണു മാത്രം മറച്ചിട്ട് ആളുകൾക്ക് നേരം മനസ്സിലാകരുതെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഒരു ഭക്ഷണശാലയിലൂടെയാണ്, ഒരു വലിയ ഭക്ഷണശാലയിലൂടെയാണ് സൗരവ് ഗാംഗുലി കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോൾ പിന്നെ ആളുകളൊക്കെ കൂടി വരും. നിങ്ങൾ എന്തുമാത്രം നന്നായി കഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. അയാൾ പറഞ്ഞു, പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യരിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അയാൾ നടന്നിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പത്രപ്രവർത്തകൻ, ഇന്ത്യക്കാരനായ പത്രപ്രവർത്തകനെ അദ്ദേഹം കണ്ടുകൊണ്ടു. പിന്നീട് രാവിലെ പാർട്ടി പ്രസിഡന്റ് പർവേസ് മുഷറഫ്, അന്ന് പർവേസ് മുഷറഫായിരുന്നു പ്രസിഡന്റ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സുഖമായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ പുറത്തു പോയത്, വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആരോഗ്യം, ഈ സാഹസികത നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത വാചകം പറഞ്ഞ എങ്ങനെയാണ്, എന്തൊരു കളിയാണ് നിങ്ങൾ കളിച്ചത്, പാകിസ്ഥാന് വേണ്ടത് നിങ്ങളെ പോലുള്ള ഒരു നായകനാണ് എന്ന് പർവേസ് മുഷറഫ് ഇയാളോട് പറയുകയാണെങ്കിൽ ഇയാൾ പറയുന്നത്, അവസാനം അയാൾ പറയുന്നത്, ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ ലാഹോറിലേക്ക് ഒരു എക്സ്പ്രസ് ഉണ്ട്, അതിന്റെ പേര് സംജോത എക്സ്പ്രസ് എന്നാണ്. സംജോത എന്ന വാക്കിന്റെ അർത്ഥം സൗഹൃദം എന്നാണ്. അത് ആഴ്ചയിൽ 2 ദിവസമാണ് ഇത് ഓടുക, 2 ദിവസം മാത്രമാണ് ഓടുക. മനുഷ്യബന്ധങ്ങൾ ഇങ്ങനെ ഒരു സംജോത എക്സ്പ്രസ് പോലെ ആയി തീരണം എന്നാണ് അയാളുടെ അവസാനം, ആ അധ്യായത്തിന്റെ അവസാനം അങ്ങനെയാണ് പറയുന്നത്. ഡൽഹിയെയും ലാഹോറിനെയും ബന്ധിപ്പിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഓടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്രസ് ഉണ്ടല്ലോ, അതുപോലുള്ള ഒന്നായിരിക്കണം. എഴുതി വെക്കുന്നത് സൗരവ് ഗാംഗുലിയാണ്. നിങ്ങൾ ഓർമ്മിക്കുക, ആത്മകഥയുടെ ഒരു ഭാഗം, ഒരു അധ്യായം മാത്രമാണ് ഞാൻ പറയുന്നത്, അന്നത്തെ കളിയുടെ അധ്യായം മാത്രമാണ് പറയുന്നത്. ആ മനുഷ്യൻ പോലും ക്രിക്കറ്റാണ് വലിയ ഭിന്നതകൾ ഉണ്ടാക്കാൻ കേരളത്തിൽ വർഗീയവാദികൾ ശ്രമിച്ച ഒരു ഇടം ക്രിക്കറ്റാണ് എന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ മനുഷ്യബന്ധങ്ങൾ ഇങ്ങനെ കൂട്ടിയണക്കപ്പെടുന്ന മനുഷ്യബന്ധങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ നേരത്തെ ഇവിടെ സക്കീർ ഹുസൈന്റെ ആദരാഞ്ജലി വായിച്ചല്ലോ. ഇവിടെ സക്കീർ ഹുസൈൻ ഇത് വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഉമ്മ അമേരിക്കയിൽ പോയാൽ ഉമ്മ എപ്പോഴും തിരിച്ചു വരണം, പോയ ഉടനെ തിരിച്ചു വരണം എന്ന് പറയും. എന്താ തിരിച്ചു വരണം എന്ന് പറയുന്നത്, എന്നിട്ട് വേഗം തന്നെ തിരിച്ചു വരും. എനിക്കെന്റെ ബോംബെയിലെ മാഹിമിലേക്ക് പോകണം, അല്ലെ, മാഹിമിലേക്ക് പോയിട്ട് അവിടെയാണ് താമസിക്കുന്നത്. മാഹിമിലേക്ക് പോയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കണം, ചോറായോ എന്ന് വിളിച്ചു ചോദിക്കണം. ചായ അവരാരെങ്കിലും വന്നാൽ ചായ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അങ്ങോട്ട് പോകണം, എന്നിട്ട് അവർ തരുന്ന ചായ എനിക്ക് മൂടിക്കെട്ടിയിട്ട് ഈ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് സക്കീർ ഹുസൈൻ, അയാൾക്ക് സംഗീതത്തെ കുറിച്ചില്ല, അല്ലെ, അയാൾ മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണ് എഴുതുന്നത്. മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ഇത്തരത്തിലുള്ള വളരെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിന്റെ ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്നേഹബന്ധങ്ങളുടെ ഒരു വലിയൊരു ആഴം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ശ്രമിക്കരുത്. ഇത് കൂടിക്കലർന്നുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ സമീപന രേഖയിൽ പ്രത്യേകം പറയുന്നത്. കൂടിക്കലർന്നുള്ള ഒരു ജീവിതം, ബഹുസ്വരത എന്ന് പറയുന്നത് അതാണ്. കൂടിക്കലർന്നുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. കഥയിലുണ്ടാക്കണം, കവിതയിലുണ്ടാക്കണം, ഞാൻ ആവർത്തിക്കുന്നു, നാടകത്തിലുണ്ടാക്കണം, ചലച്ചിത്രത്തിലുണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ആടെ നിർത്തലായിരുന്നു കുറച്ച് മുമ്പ് വരെ നമ്മൾ ചെയ്തിരുന്നത്, അല്ലെ. ആടെയൊക്കെ നടന്നോട്ടെ, ടെക്സ്റ്റിലുണ്ടായിക്കോട്ടെ, അല്ലെ, ടെക്സ്റ്റിലുണ്ടായിക്കോട്ടെ, ലൈഫിൽ ഇങ്ങനെയൊക്കെ മതി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ലൈഫിൽ ഇങ്ങനെ ആയാൽ നമ്മുടെ കഥയുണ്ടാവില്ല, നമ്മുടെ കവിതയുണ്ടാവില്ല, അല്ലെ. പിന്നെ അത്യാവശ്യം ഗാസയിലൊക്കെ ഇപ്പൊ എഴുത്തുകാരെ എഴുതുന്നത് പോലെ
അത്രമാത്രം ദുരന്തപൂർണമായ ജീവിതത്തിന്റെ ചിത്രങ്ങൾ ധീരതയോടുകൂടി എഴുതേണ്ട ഒരു കാലമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഥയിലും കവിതയിലും ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയാണ് പുരോഗമന കലാസാഹിത്യ സംഘം ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു പ്രേരണയായി നമ്മുടെ ഈ ജില്ലാ കൺവെൻഷൻ, ഈ മേഖലാ കൺവെൻഷൻ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.